ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല മണവും ടേസ്റ്റുമുള്ള ഒരു സ്പെഷ്യൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 നുള്ള് ജീരകം, ചെറിയ 2 നുള്ളു മതി. നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയത്തില്ലേ അത്. പിന്നെ ഞാൻ 2 വറ്റൽമുളക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ജീരകമൊക്കെ പൊട്ടി നല്ലൊരു സ്മെല്ല് വരണം. ഈ കൂട്ടത്തിൽ മുളകൊന്നും മൂക്കുകയും വേണം. ഇപ്പോൾ ഈ ജീരകമൊക്കെ ഇവിടെ കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ പോയി ഒന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് വരണം. പച്ചമുളകും നല്ലതായിട്ട് വഴലണം. ഇപ്പോൾ ഇതിവിടെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 2-2.5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്തായിരുന്നു. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കുറച്ച് ചെറുതായിട്ട് അരിയണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് വഴറ്റണ്ട. 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ. ഇത്രയും മതി. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചതച്ച മുളക്, 2 ടീസ്പൂൺ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത്. ഇത് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്. കൂട്ടത്തിൽ ഈ സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം മീഡിയം സൈസിൽ 2 സവാള കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കനം കുറച്ച് പൊടിയായിട്ട് അരിയണം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഇതിന്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. ഈ സവാളയും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റുക. ഇത് ഒരു 1-1.5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സവാളയൊന്നും ഒരുപാടങ്ങ് വഴന്നു പോകണ്ട. ഇപ്പോൾ ഈ സവാളയും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1-1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വലിയൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് നേരം വേണ്ട. ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റ് ഈ ചിക്കന്. ഇതിപ്പോൾ ഞാൻ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്തായിരുന്നു. ഇനി ഇത് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. തീ കൂട്ടണ്ട. ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെക്കാൻ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു 3/4 ഭാഗത്തിന് മേലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 12-13 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണും കൂടെ കുരുമുളക് തരിയായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ മീഡിയം സൈസിൽ ഒരു ക്യാപ്സിക്കം കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പച്ചമുളകിൻ്റെ അളവൊക്കെ എരിവനുസരിച്ച് ചേർത്താൽ മതി. തിരിച്ചും കൂട്ടി വെച്ചിട്ട് വേവിക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശകലം കൂടെ ഒന്ന് ഡ്രൈ ആക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ഒരു കുറുകിയ പരുവത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇരിക്കട്ടെ. അടച്ചു വെക്കണ്ട. ഇപ്പോൾ ഈ വെള്ളമെല്ലാം വറ്റി കുറച്ചൊരു പെരണ്ട രൂപത്തിലിരിക്കുന്നത്. ഇത് കൂടുതൽ ടേസ്റ്റ് ചപ്പാത്തിയോടെ കഴിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എരിവൊക്കെ വേണമെങ്കിൽ ശകലം ഒന്ന് കുറയ്ക്കാം. ചപ്പാത്തിക്ക് നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ. ഇത് ഒരുപാടില്ല. നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഇതിന്.
പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചിക്കനൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴേ ഇതെല്ലാം കൂടെ ഒന്ന് ചേർന്ന് പോകത്തുള്ളൂ. കാരണം നമ്മൾ ഇതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ലല്ലോ. ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി മസാല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൊടുത്ത് സൂപ്പർ കോമ്പിനേഷൻ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക്